കുർബാനക്രമം എടുത്തു നോക്കും. ഒന്നാം തുപ്തൻ ജീവനോടിരിക്കുന്ന ഇവിടെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചെയ്യുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് ഏതോ ഒരു ഇഗ്നാത്യോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാം തുപ്തനിൽ. ആ ഇഗ്നാത്യോസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് അറിയത്തില്ല. അപ്പൊ ജ്ഞാനക്കാരുടെ ലജ്ജയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഒന്നാം തുപ്തൻ ഇല്ലാതായിപ്പോയി. കാരണം ഒന്നാം തുപ്തൻ എടുത്തിട്ട് ഇഗ്നാത്യോസിന് വേണ്ടി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചീത്ത വിളിക്കുന്ന, നിങ്ങൾ ചിത്രം കത്തിക്കുന്ന, നിങ്ങൾ നിലത്തിട്ട് ചവിട്ടുന്ന, പുലഭ്യം പറയുന്ന, ആത്മാർത്ഥമായിട്ട് ആട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണ് നിങ്ങൾ ഒന്നാം തുപ്തൻ പ്രാർത്ഥന. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം തന്തയെ അറിയില്ല എന്ന് പറയുന്ന ദൂർഗതിയിൽ ജ്ഞാനക്കാർ ചെന്നെത്തിക്കഴിഞ്ഞു. കേരളത്തിലെ കമ്മ്യൂണിറ്റികളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടവരാണ് എല്ലാ അർത്ഥത്തിലും. അത് സാമൂഹ്യമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും പൈതൃകപരമായിട്ടാണെങ്കിലും പാരമ്പര്യമായിട്ടാണ് എല്ലാ തരത്തിലും എലീറ്റ് ക്ലാസ് നമ്പർ 1 ആയിട്ട് നിൽക്കേണ്ട ജ്ഞാനക്കാര് ഇന്ന് സ്വന്തം തന്റെ ആരെന്ന് അറിയാത്ത ഒരു ഗതികേടിൽ പാഴൂർ പഠിപ്പുര പോയി തിരക്കേണ്ട അവസ്ഥ. ആരാണ് നിങ്ങളുടെ ഇഗ്നാത്യോസ്? ഹു ഈസ് യുവർ ഇഗ്നാത്യോസ്? ആ ചോദ്യം എനിക്ക് ചോദിക്കത്തില്ല. ജ്ഞാന എന്ന് പറഞ്ഞൊരു സഭയിൽ അതൊരു സമുദായമാണ്. പ്രിയപ്പെട്ട ജ്ഞാനക്കാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു സമുദായമാണ്. സഭ എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയാണ്. സുറിയാനി സഭയുടെ പാത്രിയർക്കീസ് ആണ് അഫ്രൈം തിതിയൻ പാത്രിയർക്കീസ്. അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നത്. ഞങ്ങളുടെ പാത്രിയർക്കീസിനെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. യാക്കോബക്കാർ ക്ഷമിക്കുന്നത് കൊണ്ടാണ് അവരുടെ ക്ഷമയും അവരുടെ മഹാമനസ്കതയും അവരുടെ ഔദാര്യം അത് ബലഹീനതയായിട്ട് കാണരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എത്ര നാളാണ് നിങ്ങൾ പാത്രിയർക്കീസിനെ ചീത്ത വിളിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യൂ. ഇത് തന്നെയാണ് എനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സായിട്ട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് അന്ത്യോക്യ സിംഹാസനത്തെയും ആ പാത്രിയർക്കീസിനെയും വെറുതെ ഉപദ്രവിക്കുന്നു? നിങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ദയവായി റിമൂവ് ചെയ്യൂ. ഇത് കേരളത്തിന്റെ പൊതുസമൂഹം അവരോട് പറയണം. എടാ നിർത്തടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ച് ഓടാ, നിനക്ക് വേണമെങ്കിൽ നീ അത് മാറ്റ്, നിനക്ക് വേണമെങ്കിൽ നീ അത് മാറ്റ്. നീ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് അനുസരിക്കാൻ തയ്യാറാകണം. അല്ലാതെ അവിടെ റിബൽ പരിപാടി നടത്തിയിട്ട് മത്സരം നടത്തിയിട്ട് പിന്നെയും ഞങ്ങൾ മഹാന്മാരും മാന്യന്മാരും നോമ്പ് നോക്കുന്ന ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ആരുടെയും കണ്ട് പൊടിയിടാൻ വരണ്ട. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. നോമ്പ് സഭയുടെ അധ്യക്ഷനാണ് എന്നൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ എന്നെ പുലപ്പ്യം പറയാനും എന്റെ കുഴി കിടക്കുന്ന പിതാക്കന്മാരെ ഉണർത്താനും തുമ്മിക്കാനും ഒന്നും ഒരു ജ്ഞാനായ വാട്സാപ്പ് ഗ്രൂപ്പുകാർ ശ്രമിക്കേണ്ട. അതൊന്നും നടത്താൻ പോകുന്ന കാര്യമല്ല. ഞാനുള്ള കാര്യം പറഞ്ഞു. ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ സഭാചരിത്രപരമായിട്ടും വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വിശ്വാസപരമായ കാര്യമാണ് ഞാൻ നിങ്ങളെ എപ്പോഴും പ്രശംസിക്കുന്നതും പോയിട്ടും നിങ്ങളുടെ സമുദായത്തിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് മഹത്തായ പാരമ്പര്യമുണ്ട്. അത് അദ്വിതീയമായ സ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ശക്തിപ്പെടുക, ബലപ്പെടുക. സിംഹാസനമാണോ പാത്രീസ് ബാവയ്ക്കാണോ മൂപ്പ് കൂടുതൽ, സുപ്പീരിയോറിറ്റി കൂടുതൽ? അപ്പം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നാണ് വക്കീൽ വാദിച്ചത്. അപ്പോൾ പറഞ്ഞു ആ ട്രാൻസ്ലേഷൻ എറർ ആയിരിക്കും, നമുക്ക് മലയാളം കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. അതിൻ്റെ അകത്തും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതാണ് ശിവപീഠികയിൽ മനസ്സിലാക്കേണ്ടത്. അന്ത്യോക്യ എന്ന് പറയുന്ന പാത്രീസ് ബാവ അല്ല, അതാണ് തെറ്റിദ്ധാരണ. അത് വിവരയില്ലായ്മയാണ്. അത് അന്ത്യോക്യ എന്ന് പറയുന്ന സിംഹാസനമാണ്. ദി ഹോളി ത്രോൺ ഓഫ് ആന്റിയോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അതില് വാണരുളുന്ന പാത്രീസ് ബാവ. അത് കാലാകാലങ്ങളിൽ പലരും വൈരുദ്ധ്യരും അതിന്റെ കയറി ഇരുന്നിട്ടുണ്ട്. സഭ നിയമലംഘനം നടത്തിയ പാത്രീസ് ബാവമാർ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കത്തില്ല. ഒസ്താത്യോസ് ബാവയെ നീക്കിയിട്ട് വേറൊരു ബാവയാണ് ത്രോണോസ് കയറിയിരുന്നത്. പക്ഷെ നമ്മൾ ജ്ഞാനക്കാരും അംഗീകരിച്ചില്ല, മലങ്കരക്കാരും അംഗീകരിച്ചില്ല, സുറിയാനി സഭയും പിന്നീട് അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് സുറിയാനി സഭയുടെ സത്യവിശ്വാസികൾ പള്ളിയിൽ നിന്ന് പുറത്ത് നിൽക്കുമായിരുന്നു. ഇന്നത്തെ യാക്കോബ. അപ്പൊ ഓസ്താത്യോസിനെ മാറ്റി മാക്സിമസ് കയറിയതിനെ ഇവർ അംഗീകരിക്കുന്നില്ല. നല്ല പോയിന്റാണ്. അപ്പൊ നമ്മൾ ആ പോയിന്റ് വിശദീകരിക്കും. കാരണം ഇദ്ദേഹം ഒരു അഭിഭാഷകനാണ്. നല്ല ലോ പോയിന്റ് അവിടെ എന്തിരിക്കുകയാണ്, മേക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, ഈ ത്രോൺ ഓഫ് ആന്റിയോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. അവിടെ ഓരോരുത്തരും ഓരോ സമയങ്ങളിൽ ഇരിക്കുന്നു. ആ പേഴ്സണ് പ്രസക്തിയില്ല. ഇത് കോടതിയിൽ ഏതോ വക്കീല് തപ്പിത്തടഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ഏത് വക്കീലാ തപ്പിത്തടഞ്ഞു. അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താണ്? ത്രോൺ ഓഫ് ആന്റിയോക്ക് പാത്രിയർക്കീസിൽ നിന്ന് ഇതരമാണോ? അപ്പോ ആ ത്രോണിൽ ഇരിക്കുന്ന പാത്രിയർക്കീസിനെ അംഗീകരിക്കേണ്ട ഈ വാദം ഇന്ത്യൻ ഓർത്തഡോക്സുകാർ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാം അതേപ്പറ്റി അന്വേഷിക്കുക. സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്നറിയാവോ? പാത്രിയർക്കീസ് സ്ഥാനത്ത് ഇതുവരെ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. ദർ ഇസ് നോ ഡിസ്പ്യൂട്ട്. അപ്പൊ പാത്രിയർക്കീസ് ഇഗ്നാത്യോസ് അഫ്രൈം തിതിയൻ പാത്രിയർക്കീസ്. അപ്പൊ അന്ത്യോക്യൻ ത്രോണില് ഈ സുറിയാനി സഭയുടെ പാത്രിയർക്കീസ് ആയിട്ടിരിക്കുന്നത്, ഇന്നിപ്പോ പാത്രിയർക്കീസ് ആയിട്ടിരിക്കുന്ന ഇഗ്നാത്യോസ് അഫ്രൈം തിതിയൻ ബാവയാണ്. അപ്പൊ അവിടെ എന്തില്ല? നോ ചലഞ്ച്, നോ ഡിസ്പ്യൂട്ട്. അപ്പൊ അവിടെ നിങ്ങൾ റൈവൽ പാത്രിയർക്കീസിനെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പാത്രിയർക്കീസിനെ അവിടെ കാണിക്കുക. കാരണം ഒന്നാം തുപ്പുതനിൽ നിങ്ങൾ ഇഗ്നാത്യോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവനോടിരിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ്. നിങ്ങളുടെ വിശുദ്ധ കുർബാനക്രമം ജ്ഞാനായ പ്രസിൽ അച്ചടിച്ചത് നിങ്ങളുടെ കയ്യിലൊക്കെ കാണും. നിങ്ങൾ കുർബാനക്രമം എടുത്തു നോക്കും. ഒന്നാം തുപ്പൻ ജീവനോടിരിക്കുന്ന. ഇവിടെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ചെയ്യുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ ഏതോ ഒരു ഇഗ്നാത്യോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാം തുപ്പനിൽ. ആ ഇഗ്നാത്യോസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് അറിയത്തില്ല. അപ്പൊ അത് കാലം ചെയ്ത TJ ജോഷു അച്ഛനോട് ഒരിക്കൽ ചോദിച്ചു, അച്ഛാ ഈ കുർബാന ചൊല്ലുമ്പോ ഈ 2018 ഈ സഭാ കേസ് മൂത്ത് വന്ന സമയത്ത് ഈ TJ ജോഷു അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ
ഇഗ്നാത്യോസ് എന്ന ഒന്നാം തുപ്പത്തേനി വായിക്കും അച്ഛന്റെ മനസ്സിലായ. അപ്പൊ അച്ഛൻ പറഞ്ഞു അഫ്രന്തിതിയം ബാവയാണ് എന്റെ മനസ്സിൽ വരും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇഗ്നാത്യോസ് എന്ന് പറയുമ്പോ ഒരു അജ്ഞാത രൂപം, അല്ലെങ്കിൽ പണ്ട് ഈ മുക്കുവന് കുടം തുറന്നപ്പോ കിട്ടിയ ഭൂതം പോലെ, എന്തോ പുക പോലെ ഒരു സാധനം. ആരാണ് നിങ്ങളുടെ മനസ്സിൽ? അവിടെ പ്രത്യേകം പറയുന്നു ജീവനോടിരിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഒന്നാം തുബ്ദൻ. അപ്പൊ ക്നാനായക്കാരുടെ ലജ്ജയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഒന്നാം തുബ്ദൻ ഇല്ലാതായിപ്പോയി. കാരണം ഒന്നാം തുബ്ദൻ എടുത്തിട്ട് ഇഗ്നാത്യോസിന് വേണ്ടി എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ചീത്ത വിളിക്കുന്ന, നിങ്ങൾ ചിത്രം കത്തിക്കുന്ന, നിങ്ങൾ നിലത്തിട്ട് ചവിട്ടുന്ന, പുലഭ്യം പറയുന്ന, ആത്മാർത്ഥമായിട്ട് ആട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണോ നിങ്ങൾ ഒന്നാം തുബ്ദന് പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം തന്തയെ അറിയില്ല എന്ന് പറയുന്ന ദുർഗതിയിൽ ക്നാനായക്കാര് ചെന്നെത്തിക്കഴിഞ്ഞു. ഇത്രയും അപമാനം നിങ്ങൾക്ക് വരാനില്ല. കേരളത്തിലെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ക്രീമി ലെയർ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിലെ കമ്മ്യൂണിറ്റികളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടവരാണ് എല്ലാ അർത്ഥത്തിലും. അത് സാമൂഹ്യമായിട്ടാണെങ്കിലും, രാഷ്ട്രീയമായിട്ടാണെങ്കിലും, സാംസ്കാരികമായിട്ടാണെങ്കിലും, പൈതൃകപരമായിട്ടാണെങ്കിലും, പാരമ്പര്യമായിട്ടാണ്, എല്ലാ തരത്തിലും എലീറ്റ് ക്ലാസ് നമ്പർ 1 ആയിട്ട് നിൽക്കേണ്ട ക്നാനായക്കാര് ഇന്ന് സ്വന്തം തന്ത ആരാണെന്ന് അറിയാത്ത ഒരു ഗതികേടിൽ പാഴൂർ പഠിപ്പരെ പോയി തിരക്കേണ്ട അവസ്ഥ വന്നത്. ആരാണ് നിങ്ങളുടെ ഇഗ്നാത്യോസ്? ഹു ഈസ് യുവർ ഇഗ്നാത്യോസ്? ഇപ്പൊ പറഞ്ഞു, ഈ അഡ്വക്കേറ്റ് സന്ദീപ് പറഞ്ഞു എന്തായാലും അപ്രയന്തിത്യനല്ല. വേറൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടു, അവനത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന ആരാ ഉള്ളത്? അപ്പൊ നിങ്ങൾക്ക് പാത്രികീസായിട്ട് പുകയാണുള്ളത്. വളരെ ദയനീയമാണ്. നിങ്ങൾക്ക് പുകയാണുള്ളത്. പുകപാത്രക്കീസിന്റെ കീഴിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിപ്പോ എവിടെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ സിനഡ് എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് അറിയത്തില്ല. നിങ്ങൾക്ക് പാത്രക്കീസ് ഉണ്ടെന്ന് അത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. എത്ര നാൾ നിൽക്കും ഇങ്ങനെ? അപ്പൊ ഇതൊരു ഗതികേടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അല്ലാതെ എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല. വസ്തുതാപരമായ ഒരു കാര്യമാണ് ചോദിച്ചത്. പിന്നെ ഇവിടെ ഈ ഒരാളെന്നോട് ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ക്നാനായ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ എന്നും ക്നാനായ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യും, ഇന്നും ചെയ്യുന്നു, നാളെയും ചെയ്യും. ഞാൻ ക്നാനായ സമുദായത്തെ കുറിച്ചാണ് പറഞ്ഞത്. ക്നാനായ സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല, അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. ക്നാനായ സമുദായമാണുള്ളത്, സഭയല്ല. ക്നാനായ സമുദായത്തിൽ സുറിയാനി സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരുണ്ട്. കത്തോലിക്ക സഭയിലില്ലേ ക്നാനായ കമ്മ്യൂണിറ്റിയുടെ വലിയൊരു പങ്ക് കത്തോലിക്ക സഭയിലാണ്. സീറോ മലബാർ കുർബാനയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. പെന്തക്കോസ്റ്റിലില്ലേ ക്നാനായക്കാര്? അവര് ക്നാനായക്കാരല്ലാതായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പെന്തക്കോസ് നിരീശ്വരവാദികളായിട്ടില്ലേ ക്നാനായക്കാര്? ഒരു പള്ളിയിലും പോകാതെ. അവര് നിങ്ങളുടെ സമുദായത്തിലല്ലെന്ന് പറയാൻ പറ്റുമോ? അവർ നിങ്ങളുടെ സമുദായത്തിലാണ്. അപ്പൊ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് പുറത്തു പോകാത്ത മുഴുവൻ പേരെ ചേർത്തുള്ള ഒരു ഏകീകൃത സമുദായമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ സഭയല്ല. സഭയും ഉപദേശവും നിങ്ങളെ ഡിവൈഡ് ചെയ്യിക്കും, എല്ലായ്പ്പോഴും ഡിവൈഡ് ചെയ്യിക്കും. അതുകൊണ്ട് എന്താണ്? ലവ് യുണൈറ്റ്സ് ആൻഡ് ലോ ഡിവൈഡ്സ്. അതായത് സ്നേഹം ഒന്നിപ്പിക്കും, നിയമം ഭിന്നിപ്പിക്കും. സ്നേഹം ഒന്നിപ്പിക്കും, നിയമം ഭിന്നിപ്പിക്കും. അപ്പൊ ഭരണഘടനയും അങ്ങനെയുള്ള കാനൂനുകളും ഈ പറഞ്ഞ ഉപദേശങ്ങളും ഇതെല്ലാം ഭിന്നിപ്പിക്കുവാനുള്ള ടൂൾസാണ്, ടൂൾസ് ഫോർ ഡിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ അതെടുക്കുമ്പോൾ നിങ്ങൾ ഭിന്നിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ പെന്തക്കോസുകാരായിട്ട് കുറെ പേര് പോകുന്നു, ബ്രദറങ്കാരായിട്ട് കുറെ പേര് പോകുന്നു, യാക്കോബയായിട്ട് കുറെ പേര് പോകുന്നു, കത്തോലിക്കായിട്ട് കുറെ പേര് പോകുന്നു. ഇങ്ങനെ ചിതറിപ്പോവും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡിവൈഡ് ആയി പോകും. അതിലുപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യ തനിമയിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കാൻ, നിങ്ങളൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് മൃഗങ്ങളുടെയൊക്കെ കാര്യത്തിൽ പറയുന്ന പോലെ നിങ്ങള് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പദവി കിട്ടാൻ അർഹതയുള്ള അതിസൂക്ഷ്മ ന്യൂനപക്ഷമായ ഒരു സമുദായമാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം എപ്പോഴും ഞാൻ പറയുന്നു. നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിക്ക് നൽകിയിട്ടുള്ള സംഭാവന അതിമഹത്താണ്. അത് വലിയൊരു സംഭാവനയാണ്. അതിനെ ഒരിക്കലും തമസ്കരിക്കുവാനോ ചെറുതായി കാണിക്കുവാനോ അല്ലെങ്കിൽ കത്തോലിക്കർ ചെയ്യുന്ന പോലെ നിങ്ങളെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് ആ പാരമ്പര്യം സ്വന്തമാക്കാനോ അങ്ങനത്തെ ഒരു ഉദ്ദേശമല്ല. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് അങ്ങനെ മഹത്തായ ഒരു പാരമ്പര്യവും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ അദ്വിതീയമായ സംഭാവന നൽകിയ ഒരു വിഭാഗം എന്ന നിലയ്ക്കുള്ള ഒരു പദവി നിങ്ങൾക്കുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ദൗർഭാഗ്യകരമായ ഭിന്നതയും സ്വാർത്ഥതയും അതുപോലെ തന്നെ ഉള്ള അതിഹീനമായ, മലിനമായ, നിഗൂഢമായ, അങ്ങേയറ്റം അധമമായ ചില താല്പര്യ സംരക്ഷണങ്ങൾ ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ പേരിൽ നടപ്പിലാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. അത് സമുദായത്തെ മുഴുവൻ ദുഷിപ്പിക്കുകയും നിങ്ങളെ മുഴുവൻ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അതിനെ അതിജീവിക്കുവാൻ ഓരോ ജ്ഞാനായക്കാരനും
തയ്യാറാവണം. എന്റെ ചോദ്യം നിങ്ങളുടെ മനസാക്ഷിയോടാണ്. ഞാൻ ചോദിച്ചത് ഒരു സിമ്പിൾ ചോദ്യമാണ്. ഞാൻ ഒരു തരത്തിലും വ്യക്തിപരമായി നിങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഇങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. സേവേറിയസ് എന്ന പേരിൽ ചിങ്ങവനത്തുള്ള ആ മെത്രാച്ചൻ ഏത് സഭയുടെ മെത്രാന്? ആ ചോദ്യം എനിക്ക് ചോദിക്കത്തില്ലേ? ക്നാനായ എന്ന് പറഞ്ഞൊരു സഭയില്ല, അതൊരു സമുദായമാണ്. പ്രിയപ്പെട്ട ക്നാനായക്കാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു സമുദായമാണ്. സഭ എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയാണ്. കേരളത്തിലെ യാക്കോബായ സഭ സുറിയാനി സഭയുടെ ഭാഗമാണ്. ആ സുറിയാനി സഭയുടെ പാത്രിയർക്കീസ് ആണ് അഫ്രേം തിതിയൻ പാത്രിയർക്കീസ്. അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നത്. ഞങ്ങളുടെ പാത്രിയർക്കീസിനെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത്, ഭള്ള് പറയുന്നത്, ചീത്ത വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചിത്രം കത്തിക്കുന്നത്, നിലത്തിട്ട് ചവിട്ടുന്നത്. ഇത്ര നാൾ യാക്കോബായക്കാർ അത് ക്ഷമിച്ചു പുറത്തു എന്ന് പറഞ്ഞാൽ യാക്കോബായക്കാരെ കാണുമ്പോൾ നിങ്ങൾ ധൂപം വെക്കണം. കാരണം അവരെന്തുമാത്രം സഹനശക്തി ഉള്ളവരാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് യാക്കോബായക്കാർക്ക് ഇത്രയും സഹനശക്തി കിട്ടുന്നത്. അവരുടെ സഭയുടെ അധ്യക്ഷനെ ഇത്രമാത്രം പള്ളു പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്ക് ചീത്ത വിളിക്കാൻ എന്തോ പാവം യാക്കോബായക്കാർ ചിന്തിക്കുന്ന ക്നാനായക്കാർക്ക് പാത്രികീസിനെ തെറി വിളിക്കാനുള്ള പദവിയും കൂടെ ഈ ക്നായിത്തോമ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. പിൽക്കാലത്ത് നിങ്ങൾക്ക് അതാത് കാലങ്ങളിൽ അന്ത്യോക്യ സിംഹാസനത്തിൽ വാണിരുന്ന പാത്രികീസുമാരെ ഇഷ്ടം പോലെ തെറി വിളിക്കാനുള്ള അനുവാദം കൂടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ വല്ലതും ചെമ്പ് പട്ടയം വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ സേവേറിയസ് തിരുമേനിയുടെ കാൽപ്പെട്ടിക്കകത്ത് അങ്ങനത്തെ ഒരു പട്ടയം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പാത്രികീസിനെ ചീത്ത വിളിക്കാനുള്ള അനുമതി. പാത്രികീസിനെ ചീത്ത വിളിക്കുന്നവർക്ക് പൊന്നാട അണിയിക്കുന്ന ഒരു പാരമ്പര്യവും ക്നാനായക്കാർ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. യാക്കോബക്കാർ ക്ഷമിക്കുന്നത് കൊണ്ടാണ് അവരുടെ ക്ഷമയും അവരുടെ മഹാമനസ്കതയും അവരുടെ ഒരു ഔദാര്യം അത് ബലഹീനതയായിട്ട് കാണരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എത്ര നാളാണ് നിങ്ങൾ പാത്രികീസിനെ ചീത്ത വിളിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യൂ. ഇത് തന്നെയാണ് എനിക്ക് ഇന്ത്യൻ ഓർത്തഡോക്സായിട്ടും പറയാനുള്ളത്. നിങ്ങൾ എന്തിന് അന്ത്യോക്യ സിംഹാസനത്തെയും ആ പാത്രികീസിനെയും വെറുതെ ഉപദ്രവിക്കുന്നു? നിങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ദയവായി റിമൂവ് ചെയ്യൂ. ഇത് കേരളത്തിന്റെ പൊതുസമൂഹം അവരോട് പറയണം. എടാ നിർത്തടാ, നിനക്ക് വേണ്ടെങ്കിൽ മുറിച്ചു കളടാ, ഓടാ, നിനക്ക് വേണ്ടെങ്കിൽ നീ അത് മാറ്റ്, നിനക്ക് വേണ്ടെങ്കിൽ നീ അത് മാറ്റ്. നീ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് അനുസരിക്കാൻ തയ്യാറാകണം. അല്ലാതെ അവിടെ റിബല് പരിപാടി നടത്തിയിട്ട് മത്സരം നടത്തിയിട്ട് പിന്നെയും ഞങ്ങൾ മഹാന്മാരും മാന്യന്മാരും നോമ്പ് നോക്കുന്ന ക്രിസ്ത്യാനികളുമാണെന്ന് പറഞ്ഞ് ആരുടെയും കണ്ണി പൊടിയിടാൻ വരണ്ട. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. നോമ്പ് പ്രമാണിച്ച് എനിക്കൊരു ഉപദേശം അഡ്വക്കേറ്റ് സന്ദീപ് തന്നതുകൊണ്ടാണ് അദ്ദേഹം അയച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ് ദാറ്റ് യു ഡു നോട്ട് ടു സ്റ്റഡി എസ്പെഷ്യലി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഹോളി ലെന്റ്. അതിന് എനിക്കും പറയാനുള്ളത്, ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദിസ് ഹോളി ലെന്റ് നിങ്ങൾ സ്വയം ഒരു ആത്മാന്വേഷണം നടത്തണം. എവിടെ നിന്ന് വീണുപോയി എന്ന് അന്വേഷിച്ച് വെളിപ്പുറത്ത് അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് പാത്രികീസ് ഭാവം വന്ന് 10 ദിവസം ഇരുന്നിട്ടും അവിടം വരെ ഒന്ന് ചെല്ലാൻ പോലും പറ്റാത്ത വിധം എന്താണ് നിങ്ങളെ അകറ്റിയത്, എന്താണ് നിങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, നിങ്ങൾ അന്വേഷിക്കണ്ടേ? അത് പറ്റാതെ പിന്നെയും നിങ്ങൾ കോടതിയിൽ ശരണം പ്രാപിക്കുക. കേസുകൾ വ്യവഹാരങ്ങളിലൂടെ. കോടതിയല്ല നിങ്ങൾക്ക് പട്ടം തന്നത്. ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഭരിക്കണം, അതെങ്ങനെയാണ്? അത് ഭൗതിക വിഷയങ്ങളാണ്. ആ ഭൗതിക വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ടെമ്പറൽ മാറ്റേഴ്സ് എന്നാണ് അതിന് കോടതി ഭാഷയിൽ എഴുതുന്നത്. ഈ ടെമ്പറൽ മാറ്റേഴ്സ് ആണ്. ടെമ്പറൽ മാറ്റേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന് ഭരണഘടന വെച്ചു. പക്ഷേ പട്ടം മേടിച്ചപ്പോ ചെയ്ത സത്യപ്രതിജ്ഞ കോടതിയുടെ മുമ്പാകെ അല്ല, വക്കീലിന്റെ മുമ്പാകെ അല്ല, ഗുമസ്തന്റെ മുമ്പാകെ അല്ല, ജഡ്ജിയുടെ മുമ്പാകെ അല്ല, വിശുദ്ധ ദൂതന്മാരുടെയും പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും വിശുദ്ധ തിരുവെഴുത്തുകളുടെയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോ യു ആർ അക്കൗണ്ടബിൾ ടു ഓൾ ദോസ് ഇൻ അൺസീൻ റലം. ആ അദൃശ്യ മണ്ഡലത്തിൽ നിൽക്കുന്ന പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും അവരുടെ ത്യാഗത്തിനും സമർപ്പണത്തിനും അവരുടെ വിശ്വസ്തതയ്ക്കും അവർ കൈമാറത്തുന്ന വിശ്വാസ പാരമ്പര്യത്തിനും നിരക്കുന്ന രീതിയിൽ വേണം. അതിനാണ് ഈ പട്ടം മേടിക്കുകയും ചെയ്യുന്ന സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ. അത് കോടതിയുടെ മുമ്പാകെ അല്ല. കോടതിയെ ശരണം പ്രാപിച്ചിട്ട് അർത്ഥമില്ല. അത് ടെമ്പറൽ മാറ്റേഴ്സ് ആണ്. കാരണം ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ യു ക്യാൻ ഹോൾഡ് എ ഓഫീസ്, യു ക്യാൻ ഡു ദ നീഡ്ഫുൾ, നോ പ്രോബ്ലം. കോടതി അനുവദിച്ചിരിക്കുന്നു, അത്രേ പറ്റുള്ളൂ. ദൃശ്യമായ കാര്യങ്ങളും താൽക്കാലികമായ കാര്യങ്ങളിൽ മാത്രമേ കോടതിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. അദൃശ്യമായ കാര്യങ്ങളിലും നിത്യമായ കാര്യങ്ങളിലും അഭിപ്രായം പറയുവാനോ അധികാരമോ അവകാശമോ കോടതിക്കില്ല. അതുകൊണ്ടാണ് ഭൗതികമായ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാത്രികീസുമാരെ ഡീപ്പോസ് ചെയ്ത സമയത്ത് ആ ഡീപ്പോസിഷനെ അംഗീകരിക്കില്ല എന്ന് സുറിയാനി സഭ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കോടതി വിധികളെ
ആത്മീക കാര്യങ്ങളിൽ അംഗീകരിക്കുവാനുള്ള ഒരു ബാധ്യതയും ഇല്ല. അത് അദൃശ്യ മണ്ഡലത്തെ സംബന്ധിക്കുന്നതാണ്. കോടതിയേക്കാൾ വലുതാണ് ആ മണ്ഡലം. കാരണം 2000 വർഷമായിട്ട് നിൽക്കുന്ന സുറിയാനി സഭയുടെ അദൃശ്യ മണ്ഡലത്തോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതിബദ്ധതയുള്ളവരായിരിക്കുന്നത്, അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ താൽക്കാലികമായ കാര്യങ്ങൾ, അത് മാർ അപ്രൈം സെമിനാരിയോ അല്ലെങ്കിൽ അവിടുത്തെ ITCയോ അല്ലെങ്കിൽ അവിടുത്തെ പോളിടെക്നിക്കോ, അതൊക്കെ കോടതി പ്രകാരം ഭരിക്കട്ടെ. പക്ഷേ ഇവിടെ കൗദാശികമായ കാര്യങ്ങളിൽ, ആത്മീക നൽവരങ്ങൾ വരുന്ന കാര്യത്തിൽ അത് പാത്രീർക്കീസ് പറഞ്ഞാൽ ഇല്ല. കൂദാശകളിൽ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും അതിന്റെ സ്വീകാര്യതയും അതെവിടുന്നാണ്? അധികാരം എവിടുന്ന്? മുകളിൽ നിന്ന് താഴേക്കാണ്. ഇറ്റ് ഫ്ലോസ് ഡൗൺവേർഡ്സ്, അല്ല അപ്വേർഡ്സ്. ദ ഫ്ലോ ഓഫ് അതോറിറ്റി ദാറ്റ് ഫ്ലോസ് ഡൗൺവേർഡ്സ്. അത് ഒരിക്കലും മുകളിലേക്കല്ല ഒഴുകുന്നത്. അപ്പൊ പ്ലേറ്റ് മാറ്റും. അയ്യോ, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ പാത്രീർക്കീസിനെ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ സഭയിൽ തന്നെ എന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഈ സഭയിലാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഈ സഭയുടെ അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെയും മത്സരിക്കുകയും അദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ആക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഈ സഭയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺസെൻസ് എന്ന് മാത്രമേ പറയാത്തുള്ളൂ. നിങ്ങളുടെ സഭയുടെ അധ്യക്ഷനെതിരായിട്ട് നിങ്ങൾ നിരന്തരമായി കേസുകൾ കൊടുക്കുകയും പുലഭ്യം പറയുകയും ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ സഭയിലാണ്, ഞങ്ങൾ ഈ സഭയിലാണ്. ശരിയാണ്, എ സ്കിസ്മാറ്റിക് ഗ്രൂപ്പ് അല്ലെ, ഒരു വിഘടിത വിഭാഗമായിട്ട് ഈ സഭയിൽ ഞങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഒരു റിബലാണ്, റിബല്യസ് നേച്ചറാണ്. അങ്ങനെ ഒരു റിബൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾ നിന്നിട്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത്? സമാധാനം ഉണ്ടാക്കാമല്ലോ. അപ്പൊ ആ റിബൽ ഗ്രൂപ്പായിട്ട് നിന്ന് വഴക്കുണ്ടാക്കാതെ ഇന്ത്യൻ ഓർത്തഡോക്സ് ഉപാധി ചേരാം. അവിടെ ഒരു സിനഡ് ഉണ്ട്, ആ സിനഡിൽ അംഗമാകാം. 33 പേരുള്ള സിനഡാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സിനഡിൽ ഐ ബിലോങ് ദെയർ. അപ്പൊ അത് വളരെ പ്രശംസനീയമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിട്ട് ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയുന്നില്ല. പണ്ട് അശ്വമേധം നാടകത്തിൽ KPSCയുടെ നാടകത്തിൽ പാടിയതുപോലെ, ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണ് ഞാൻ, എവിടെ നിന്ന് വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ എന്ന് പറഞ്ഞ പോലെ ആയി പോകാതെ ഐ ബിലോങ് ഹിയർ, അല്ലെങ്കിൽ എവിടെയാണ്, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനഡിൽ അംഗമാണ്. യു ബിലോങ് ടു വെയർ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിച്ചുള്ള ഏത് സഭയുടെ അധ്യക്ഷനാണ് എന്നൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചതിന് എന്നെ പുലഭ്യം പറയാനും എന്റെ കുഴി കിടക്കുന്ന പിതാക്കന്മാരെ ഉണർത്താനും തുമ്മിക്കാനും ഒന്നും ഒരു ജ്ഞാനായ വാട്സാപ്പ് ഗ്രൂപ്പുകാർ ശ്രമിക്കണ്ട. അതൊന്നും നടത്താൻ പോകുന്ന കാര്യമല്ല. ഞാനുള്ള കാര്യം പറഞ്ഞു. ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ സഭാചരിത്രപരമായിട്ടും വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വിശ്വാസപരമായ കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളെ എപ്പോഴും പ്രശംസിക്കുന്നതും പുകഴ്ത്തുന്നതും നിങ്ങളുടെ സമുദായത്തിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് മഹത്തായ പാരമ്പര്യമുണ്ട്. അത് അദ്വിതീയമായ സ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിങ്ങൾക്കുണ്ട്. കേരളത്തിന്റെ സാംസ്കാരികതയെ അടയാളപ്പെടുത്തുന്നതിൽ നിങ്ങൾ അദ്വിതീയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളൊരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ശക്തിപ്പെടുക, ബലപ്പെടുക. പക്ഷെ നിങ്ങളുടെ ആളുകൾ ഒരുപക്ഷെ കത്തോലിക്ക കാണും, ബ്രദറിൽ കാണും, പെന്തക്കോസിൽ കാണും, ഒരു വിശ്വാസത്തിലും പോകാത്തവർ കാണും. സ്റ്റിൽ യു ബിലോങ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയെ ഞാൻ ഓണർ ചെയ്യുന്നു. പക്ഷേ സുറിയാനി സഭയെ ആക്ഷേപിക്കാനും അപമാനിക്കാനും അതിൻ്റെതായ മര്യാദകളെ ചോദ്യം ചെയ്യാനും ആ സഭയിൽ ഭിന്നത ഉണ്ടാക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അവിടെയാണ് നിങ്ങൾ സമാധാനം ഉണ്ടാക്കേണ്ടത്. ഒരു സമുദായം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ഈ സഭ വേണമെന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്, ഈ സമുദായം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ നിങ്ങൾ എവിടെയാണ്? വേർ യു ബിലോങ്? യാക്കോബായ സഭയുടെ സുന്നോദോസിലാണോ? എനിക്കറിയത്തില്ല, എന്നേക്ക് അതേപ്പറ്റി അറിയത്തില്ല.